എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ തന്നെ ഒരുപാട് സ്വാദോടെ കേസരി റെഡിയാക്കാം. കേസരി തയ്യാറാക്കുന്നതിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവയൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ റവയുടെ കളറ് ചേഞ്ച് ആകാതെ തന്നെ വേണം വറുത്തെടുക്കാനായിട്ട്. അതിനാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റവ വറുക്കാനായിട്ട്. റവ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇവയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത മുന്തിരി ഒന്ന് വീർത്ത് വരുന്നവരെ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പ് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ ചൂടായി കിടക്കുന്നതിനാൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം കുറേശ്ശേ ചേർത്ത് കൊടുക്കാവുള്ളൂ. 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കേസരിക്ക് കളർ ലഭിക്കുന്നതിനായിട്ട് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെള്ളവുമായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കട്ട പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളം വറ്റി വന്നതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് റവയുമായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചേർത്ത് കൊടുത്ത പഞ്ചസാര റവയുമായി യോജിച്ച് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ലൂസാകാൻ തുടങ്ങും. ഈ സമയം കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം റവ കേസരി ഇളക്കിയെടുക്കാനായിട്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റവ കേസരി ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റാവുന്നതാണ്. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനെ ഷേപ്പാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. റവ കേസരി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.